മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 9/12/2022 എനിക്ക് 2 വട്ടം അബോർഷനായിപ്പോയി. ഞാൻ ഒത്തിരി അധികം മാനസിക വിഷമത്തിലായിരുന്നു. വീട്ടിലുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അബോർഷനായി പോയതെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നെ വീട്ടിൻ്റെ ചുറ്റിനും അടുത്തുള്ളവരൊക്കെ എനിക്ക് അബോർഷനായി പോയി, എന്നെക്കുറിച്ച് പരസ്പരം പറഞ്ഞു, ഇവൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് എൻ്റെ ഫ്രണ്ടിലും വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒത്തിരി മാനസിക ഇതിലൂടെ കടന്നു പോയ സമയത്ത് ഞാനിവിടെ ഒന്ന് ഉടമ്പടിയിൽ വെച്ചു, അമ്മ മാതാവ് എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ അമ്മ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം. അവിടെ മുമ്പിലൂടെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ മാതാവ് ഞാൻ 2ാമത്തെ ഉടമ്പടി വീണ്ടും പുതുക്കി. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് ഒന്നും സാധിച്ചില്ല, പക്ഷെ മനസ്സിൽ പ്രാർത്ഥിച്ചതൊക്കെ അമ്മ നടത്തി തന്നു. ഉടമ്പടിയിൽ വെച്ചതൊന്നും നടത്തിയില്ല. 2ാമത്തെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അതേ വേദനയിൽ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോയി. ആ സമയത്താണ് ഒരു ചേച്ചി, എന്നുവെച്ചാൽ എൻ്റെ വിഷമം പറയുമ്പോഴെല്ലാം കുഴപ്പമില്ല, നീ വിഷമിക്കേണ്ട, ദൈവം നിനക്ക് സമയമാകുമ്പോൾ ഒരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ആ ചേച്ചി പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വയറൊക്കെ മറച്ച് പിടിച്ചിട്ട് പോയി. പിന്നെ കുഞ്ഞുങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ആര് കൊണ്ടുപോയാൽ അവർ ഷോളിട്ട് പൊത്തി മറച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഞാൻ റൂമിൽ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് 3 ദിവസം വരെ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എണീറ്റിരിക്കാനൊന്നും പറ്റത്തില്ല, ചുമ്മാ കരച്ചിലായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ ഇനി ഒരിടത്തും വരണില്ല, ഞാൻ വരുന്നെന്നുണ്ടെങ്കിൽ ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞാൻ ഈ കൃപാസനത്തിൽ വരത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് വെളുപ്പിൽ എൻ്റെ മുഖത്ത് ഒരു വലിയൊരു പ്രകാശം വന്നു. ആ പ്രകാശത്തിലൂടെ ഞാൻ കണ്ടത് അമ്മ മാതാവ്, ഈ അൾത്താരിലിരിക്കുന്ന അമ്മ മാതാവ് എന്നെ കൂട്ടിക്കൊണ്ട് അമ്മയുടെ ഫ്രണ്ടിൽ ഇവിടെ കൊണ്ട് നിർത്തി. തൊട്ടടുത്ത് തന്നെ ജോസഫ് അച്ഛൻ നിന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ആ രാത്രി എണീറ്റിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മ മാതാവ്, ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും വേണ്ട, നീയും ഈശോയും എൻ്റെ കൂടെയുണ്ട്, എനിക്ക് സമയമാകുമ്പോൾ നീ എനിക്കൊരു കുഞ്ഞിനെ തരും, എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ 3ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അമ്മ മാതാവ് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എനിക്ക് തന്നു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞില്ല, എൻ്റെ മെൻസസ് ഡേറ്റ് ഒന്ന് തെറ്റിപ്പോയി. ഞാൻ എപ്പോഴും പ്രഗ്നൻസി കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയും മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ എല്ലാം എനിക്ക് നെഗറ്റീവ് ആവും, ഞാൻ ഒരുപാട് വിഷമിക്കും. പക്ഷെ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്തായിരുന്നാലും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എനിക്ക് സമയമാകുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് തരും, ഞാൻ വിഷമിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ണടച്ച് ടെസ്റ്റ് ചെയ്തിട്ട് തുറന്ന് അമ്മയുടെ മുഖത്താണ് ഞാൻ നേരെ നോക്കി. അമ്മ എന്നെ അനുഗ്രഹിക്കുന്നത് പോലെ ഞാൻ കണ്ടു. എനിക്ക് സന്തോഷമായി. എന്നിട്ട് ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ എനിക്ക് പോസിറ്റീവാണ്. അമ്മ മാതാവ് എന്നെ പരിഹസിച്ചവരുടെ മുമ്പിലും എന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിലും അമ്മ മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി, ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ മൂത്ത കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ വെയിറ്റ് കുറവായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, അമ്മ മാതാവേ, നീ തരുന്ന കുഞ്ഞിന് 3.5 കിലോയിലും വെയിറ്റ് വേണം, വാവ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണമെന്ന്. അതുപോലെ എൻ്റെ മോൻ 4 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. അമ്മ മാതാവ് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി അമ്മ എനിക്ക് അനുഗ്രഹിച്ചു. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ മൂത്ത കുഞ്ഞിന് വെയിറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് ഞാൻ ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു. 2 മക്കൾക്ക് എപ്പോൾ നോക്കിയാൽ അസുഖമാണ്. ഞാൻ എന്നും ആശുപത്രിയിലാണ് കയറി ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇതുവരേക്കും ഞാൻ വലുതായിട്ട് ആശുപത്രിയിൽ പോയിട്ടില്ല. എൻ്റെ മക്കൾക്ക് അസുഖം മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിക്കാറ്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ ഭർത്താവ് ഇത്തിരി മദ്യപിക്കുമായിരുന്നു. അപ്പോൾ മദ്യപാനം കുറച്ച് കൂടുതലായി വീട്ടിൽ മാനസികമായിട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്തുണ്ടെങ്കിലും എനിക്ക് എൻ്റെ അമ്മ മരിച്ചുപോയി. കുഞ്ഞുനാൾ മുതൽ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കൊണ്ട് മാതാവിനെ കണ്ടുകൊണ്ട് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ പറയുന്നത് അമ്മ മാതാവിനോടാണ്. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഈ മദ്യപാനം നീ എനിക്കൊന്ന് മാറ്റി തരണമെന്ന് നീ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ മദ്യപാനത്തെ സമർപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചേട്ടന് പെട്ടെന്നൊരു കാലുവേദന പോലെ വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം യൂറിക് ആസിഡിൻ്റെ
ആസിഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് കുറഞ്ഞു വരും, വീണ്ടും കൂടും, കുറഞ്ഞു വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല, മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രശ്നമാവും, 2 കുഞ്ഞു മക്കളല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മക്കൾക്ക് ആരുണ്ട്, മദ്യപാനം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ മദ്യപാനം ഇപ്പോൾ 2 വർഷം അടുപ്പിച്ചായി മദ്യപാനം അമ്മ മാറ്റി തന്നു. യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഞാൻ പ്രാർത്ഥിച്ചു, മദ്യപാനം മാറ്റിയാണ് അമ്മടുത്ത് ചോദിച്ചത്. അതിലൂടെയാണ് അമ്മ ഈ അസുഖത്തെ കൊടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. കാരണം മദ്യപാനം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ മദ്യപാനം മാറിക്കിട്ടി. പിന്നെ മെനങ്ങാന്ന് ടെസ്റ്റിന് പോയപ്പോൾ യൂറിക് ആസിഡും കുറഞ്ഞു, കുഴപ്പമില്ല. അവർ പറഞ്ഞു കരളിൽ ലിവറിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് അത് പൂർണ്ണമായിട്ട് മാറ്റി തന്ന് ഞാൻ ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് എനിക്ക് ഞാനും ചേട്ടനും പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മയടുത്ത് പ്രാർത്ഥിച്ചൊതുങ്ങി ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അവിടെ പോയി ഞാൻ ഉടമ്പടി ഉപ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറിൻ്റെ വായിന്ന് തന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു പേടിക്കാനായിട്ടൊന്നുമില്ല, ചെറിയൊരു ഇതേ ഉള്ളൂ, അത് 6 മാസം കുറഞ്ഞ മെഡിസിൻ എടുത്ത് കഴിച്ചാൽ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടും, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ആ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം അമ്മ മാറ്റി തന്നതിന് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. 4ാമത്തെ എൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതലേ സ്കൂട്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഉള്ളിൽ വലിയ പേടി, വന്ന് വീഴുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പേടി. അപ്പോൾ ചേട്ടനും പറയും നിനക്ക് എന്തെങ്കിലും പറ്റും, നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പോയി വണ്ടിയിലിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എല്ലാവരും സ്കൂട്ടി ഓടിക്കുന്നു, അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങി എൻ്റെ അനുഭവം പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി സ്കൂട്ടിയിൽ പോകാൻ തോന്നി. ആരോ എന്നെ തോന്നിപ്പിച്ചതാണ്. ഞാൻ കയറിയിരുന്നു. പക്ഷെ കാല് തറയിലിട്ടാണ് ഞാൻ സാധാരണ ഓട്ടിച്ച് പഠിക്കാറ്. അന്നായപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോയപ്പോൾ ഞാൻ അറിയാതെ കാലെടുത്ത് വെച്ച് ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തത് ആ സ്കൂട്ടി ഓടിച്ചായിരുന്നു. അമ്മ മാതാവ് എൻ്റെ ആഗ്രഹം അമ്മ മാതാവ് സാധിച്ചു തന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന സമയത്ത് ചേട്ടന് ഉറക്കമൊക്കെ ഒന്നുമില്ല, എപ്പോഴും ഉള്ളിലൊരു ഭയം, പിന്നെ അങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പം ചേട്ടൻ ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിനെ കണ്ട സമയത്ത് ഉള്ളിൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നി. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്കെല്ലാം മാറിക്കിട്ടി, എനിക്ക് പൂർണ്ണ സുഖമായി, ഇപ്പം എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിൽ ഇത്രയധികം അനുഗ്രഹം ചെയ്ത അമ്മ മാതാവിനും തിരുകുമാരൻ ഞാൻ 1000 നന്ദി അർപ്പിക്കും. ആത്മീയ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പൂജയ്ക്കൊക്കെ പകുതിയൊക്കെ ആകുമ്പോഴാണ് കയറി പോകാറ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവ്യയിൽ പൂജയ്ക്ക് മുമ്പേ ഞാൻ എത്താൻ ശ്രമിക്കും. ആഴ്ചയിൽ 2 വട്ടം ഞാൻ കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. കാരണം ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ ആ ഒരു സ്നേഹം ഞാൻ അറിയുന്നുണ്ട്. ഉടമ്പടിയിലായിരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും സ്നേഹവും ഈശോയുടെ സ്നേഹവും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല മുടക്കാറില്ല. വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചേട്ടൻ ഒരുപാട് വിശ്വാസത്തിലാണ്. ചേട്ടനും മുടങ്ങാതെ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. ഞാനൊന്ന് സമയം തെറ്റിച്ച് എന്തെങ്കിലും തിരക്കിലായിരുന്നാൽ പോലും ചേട്ടനാണൊന്ന് പറയും സമയമായി വാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടിയിട്ട് വഴിയോർത്തിരിക്കുന്ന അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും കൊണ്ട് കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ പൈസ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. വീട്ടിൽ തീരെ ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനുള്ള പൈസ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വീട്ടിനടുത്താണ് കൃപാസന പത്രങ്ങൾ കൊടുക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൃപാസന പത്രം കിട്ടി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കൊരു വിഷമമാണ്. കാരണം അവർ മാതാവിനെ നിരസിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇപ്പോൾ പത്രങ്ങൾ ദൂര സ്ഥലങ്ങളിലാണെന്ന് കൊണ്ട് കൊടുക്കാറ്. അങ്ങനെ കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെയാണ് കൊണ്ട് കൊടുക്കാറ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ മാതാവിന് തിരുകുമാരൻ ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. 40-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായ ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. മിന്നു ജീവിത പങ്കാളിയോടൊപ്പം വന്ന് തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും പരിശുദ്ധ അമ്മ അവർക്ക് സാമീപ്യം നൽകി അവരുടെ ജീവിതഭാരം ലഘൂകരിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ പറയുന്നുണ്ട്,
ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്ന്. ആ അമ്മയോട് എലിസബത്ത് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. കർത്താവിൻ്റെ അമ്മ പലപ്പോഴായി നമ്മുടെ അടുത്ത് വരുന്ന അനുഭവങ്ങളാണ് പല മക്കളും ഇവിടെ അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയും എല്ലാം നമുക്ക് വലിയ അനുഗ്രഹങ്ങളും അഭിഷേകവും ലഭിക്കുന്നത് ഒരു 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യം അബോഷനായ അവസ്ഥയിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് മിന്നു ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എലിസബത്ത് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിലുള്ള എൻ്റെ അപമാനം അവിടുന്ന് നീക്കിക്കളഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യത്തെ, ഉദരത്തിലായിരുന്ന ഈശോയുടെ ആ സാമീപ്യത്തെ വളരെ സന്തോഷത്തോടുകൂടി ഏറ്റുപറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും, ഈശോ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈശോയെക്കുറിച്ച് പറയുവാനും, ഈശോയെ അനുഭവിക്കുവാനുള്ള വലിയ കൃപകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മിന്നു പറയുന്നത് ഇവരുടെ വീട്ടിലെ എല്ലാ അസുഖങ്ങൾക്കും, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം ഇന്ന് ഏറ്റവും നല്ല മരുന്ന് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ്. എപ്പോഴും അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ആ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്, ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഒരു യൂറിക് ആസിഡ് എന്ന ഒരു അസ്വസ്ഥത ജീവിതത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ഒരു ദുശീലം തന്നെ എടുത്തു മാറ്റുവാൻ ദൈവം ഇടപെട്ട് ഈശോ വലിയൊരു സൗഖ്യം നൽകി, ഒരു വിടുതൽ നൽകി എന്ന് മിന്നു ഏറ്റുപറയുന്നു. നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ സങ്കടങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ പ്രതിസന്ധികളും ബലഹീനതകളും കുറവുകളുമെല്ലാം ദൈവം എന്തോ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് എന്ന് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആത്മധൈര്യവും മനോധൈര്യവും നൽകി ഈ 2 പേരെയും, ഇവർക്ക് ഒന്നിനും ധൈര്യമില്ലായിരുന്നു. ബിജുവിനെ ഇവിടെ വന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ദർശനത്തോടെ തനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ ധൈര്യമില്ല എന്നുള്ള ആ ഒരു കുറവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ എടുത്തു മാറ്റി സൗഖ്യം നൽകി. അതുപോലെ തന്നെ മിന്നുവിനും സ്കൂട്ടി ഓടിക്കാനുള്ള ആ ഒരു ധൈര്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മകൾക്ക് പ്രാപിച്ചു എന്നേറ്റ് പറയുന്നു. നമ്മുടെ ഏതൊരു പ്രതിസന്ധിയായാലും ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും വളരെ മനോഹരമായിരിക്കും. എപ്പോഴും അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനും ഏറ്റുപറയുവാനും സാധിക്കും. മിന്നുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ എല്ലാ കുറവുകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.